നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഉത്തരം നക്ഷത്രക്കാർക്ക് 2025 ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ഒരു വർഷത്തിൽ വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ്. ഈ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങളും ഈ ഒരു വർഷഫലത്തിനോടൊപ്പം വരിക തന്നെ ചെയ്യും. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഉത്തരം നക്ഷത്രക്കാർക്ക് 2025 ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായി വരികയും ആ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി കൂടുതൽ സാമ്പത്തികം ചിലവാക്കുക, അതിനുവേണ്ടി സമയം ചിലവാക്കുക, എന്നാൽ അതിലൂടെ നിങ്ങൾക്ക് മാനസികപരമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധിക്കുന്ന വർഷം തന്നെയായിരിക്കും. പൂർവിക സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകുകയും അത് നിങ്ങൾക്ക് ലാഭമായി ലഭിക്കുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഇടയ്ക്കിടെ ശാരീരികപരമായ ചെറിയ അരിഷ്ടതകൾ വന്നു പോകുവാൻ സാധ്യത കാണുന്നുണ്ട്. ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അത് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളായി മാറുകയും നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ബിസിനസ്സിൽ നിന്നും മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നൊരു വർഷമായിരിക്കും 2025. തൊഴിൽപരമായിട്ട് സ്ഥലം മാറാനുള്ള സാധ്യതയും ഈ ഒരു വർഷത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. ഗ്രഹത്തിൽ ശാന്തത കൈവരിക്കുന്ന ഒരു വർഷമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യും. ജനങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഇടയ്ക്കിടെ വരികയും എന്നാൽ അവരുടെ ഈ വരവ് മൂലം കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ മംഗളകർമ്മങ്ങൾക്ക് നിങ്ങളായിരിക്കും കൂടുതലും പ്രാതിനിധ്യം വഹിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ മുന്നിൽ നിൽക്കുകയും സാമ്പത്തികം ചിലവാക്കുകയും എല്ലാം ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. കൂടാതെ നിങ്ങളുടെ ബന്ധുക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള പല ഇടപാടുകളും ബന്ധുക്കൾ മുഖാന്തരം നടക്കുകയും എന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. അധികാരത്തിൽ നിന്നും നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ഏത് മേഖലയാണ് ശരി, ഇപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലൊരു ലീഡർഷിപ്പ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് താഴെ വരിക. നിങ്ങൾ ചെറിയൊരു ക്ലബ്ബിലെ അംഗമാണെങ്കിൽ അതിൽ നിന്നും താഴോട്ട് വരിക. നിങ്ങളൊരു സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും താഴോട്ട് വരുവാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആരോപണങ്ങൾ കേൾക്കുവാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് 2025. ദാമ്പത്തിക ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചില രീതിയിലുള്ള സംസാരങ്ങൾ അത് വലുതായി മാറുകയും ചില രീതിയിലുള്ള അകൽച്ചകൾ വരുവാനും ചില സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇത് ഒരു 6 മാസ കാലഘട്ടത്തിനുള്ളിൽ നടന്നാൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം ശ്രദ്ധ പുലർത്തുക. കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നിങ്ങളുടെ ഇതിലുണ്ടാകുന്ന ചെറിയ ചെറിയ ആ ഒരു സംസാരം, ആ ഒരു ചെറിയ പ്രവൃത്തികൾ മൂലം ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ അസുഖങ്ങൾ നിങ്ങളെ മാനസികപരമായി തളർത്താൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ് 2025. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിനും നിങ്ങൾ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിത്യവും ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസം ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി അർപ്പിക്കുക. പക്കന്നാൾ വരുന്ന ദിവസം പാൽപ്പായസ വഴിപാട് നടത്തുകയെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ കുറയുകയും ഗുണങ്ങൾ കൂടുതലായി ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും.